ഹലോ ഗൈസ്, അപ്പൊ രാവിലെ തന്നെ എന്താണെങ്കിലും നമ്മുടെ ഈ കടമക്കുടിയുടെ പച്ചപ്പും ഹരിതാഭയൊക്കെ പിടിച്ച് ഈ ദ്വീപ സമൂഹ വനാന്തരങ്ങൾ കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എന്താണെങ്കിലും ഇങ്ങോട്ട് പിടിച്ച് വരുന്നുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ ഈ 2 ജ്യൂസ് കാണുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് ഓർക്കുന്നുണ്ടാവും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കുടിക്കാനല്ല വരുന്നത്. യെസ്, എന്റെ കൂടെ വേറൊരു പച്ച പരിഷ്കാരി കൂടി ഉണ്ട്. യെസ്, വന്നപ്പോ തന്നെ കയറി സീറ്റൊക്കെ ഉറപ്പിച്ചല്ലേ? അതെ, മൊത്തത്തിൽ പൊളിയാണ്. പക്ഷെ എന്നാലും ചെറിയൊരു വെയിലൊക്കെ ഉണ്ടല്ലേ? വെയിലെന്ന് പറയണ എന്നാലും കുഴപ്പമില്ല. ആംബിയൻസും മൊത്തത്തിൽ അങ്ങനെ പച്ച പിടിച്ചു പോകും. അപ്പൊ തിരുമല എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങോട്ടത്തെ ന്യൂ ഇയർ? നമ്മൾ ദുബായിലായിരുന്നു, അടിച്ചു പൊളിച്ചു. യുഎഇയിൽ ആഘോഷിച്ചു. ഏറ്റവും വലിയ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുലസ്ത്രീ ആണല്ലോ. ഐ മീൻ ലവ് വിത്ത് കുലസ്ത്രീ. ഞാൻ പ്രേമത്തിന് മുനമ്പ്. അതാ, പ്രേമത്തിന്റെ മുനമ്പിലാണോ? അതിലൊന്നും ഇല്ല അതൊക്കെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഈ പാട്ട് എനിക്ക് ഇഷ്ടമല്ലാന്നല്ല, പക്ഷെ എനിക്ക് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ പച്ചപ്പരിഷ്കാരി ആ പാട്ട് തന്നെ എനിക്ക് ഇഷ്ടം. ആ പാട്ടൊന്ന് പാടിക്കൊണ്ട് നമുക്ക് നന്നായി ഈ ഒരു വെടിക്കെട്ടിന് അങ്ങോട്ട് തുടക്കം കുറിച്ചാലോ. തീപ്പെട്ടി കൊണ്ട് തീ കൊടുത്താൽ ഉല്ലാസ പൂത്തിരി, പച്ച പരിഷ്കാരി പച്ച മലയാളി, ബുർഷ മുതലാളി മദ്യം മദിരാശി, വായെടുത്താൽ വായാടി വാക്കെടുത്താൽ വാക്കത്തി, പോരെടുത്താൽ പോരാളി തോക്കെടുത്തിട്ട് ഈ കുലസ്ത്രീ ആക്ച്വലി എന്താണ്, ഞങ്ങളെ പോലെ മോഡേൺ പിള്ളേഴ്സിനൊന്നും ഇഷ്ടമല്ല. തിരുമാലിക്ക് എന്താണ് കുലസ്ത്രീകളോട് മാത്രമേ ഈ പ്രേമമുള്ളൂ? അങ്ങനെയൊന്നുമില്ല. ഞാന് ആ പാട്ട് കുലസ്ത്രീന്ന് ഞാൻ അറിയാതൊരു പാടി വന്നപ്പോൾ കിട്ടിയൊരു വേർഡാണ്. പിന്നെ ഞാൻ ആ കൺസെപ്റ്റ് പിടിച്ച് ചെയ്തെന്നേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ അതൊരു അതിന്റെ വീഡിയോ കണ്ടില്ല. അതിന്റെ അകത്ത് തന്നെ കുലസ്ത്രീകൾ സ്വപ്നത്തിൽ മാത്രം ഉള്ളെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരു കൺസെപ്റ്റ് മാത്രം. കൊള്ളാം. എന്താണെങ്കിലും കുലസ്ത്രീ പിടിച്ചിട്ട് അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു പൊളിറ്റിക്കൽ ഡെഫിനീഷൻസ് ഒക്കെ അല്ലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ആരാണ് കുലസ്ത്രീ, എന്താണ്? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ തിരുവിന്റെ ഒരു ഡെഫിനീഷൻ എന്തായിരിക്കും? കുലസ്ത്രീകൾ എന്ന് പറഞ്ഞാല് എന്താണ്, നമ്മുടെ ട്രഡീഷണൽ വുമൺ, വളരെ സൗമ്യമായ ഫാമിലി വാല്യൂസ് ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന, അതാണ് കുലസ്ത്രീകൾ എന്നുള്ളതിൽ ഒരു ജനറലി ഒരു എന്താ ഒരു മീനിങ് ഉള്ളത്. പക്ഷെ ഞാൻ എഴുതിയ പാട്ടിൽ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമാജിനറി ഒരു ലേഡിയാണ്. ലൈക്ക് അത്രേ ഉള്ളൂ. ഞാൻ എഴുതിയത് ആ കുലസ്ത്രീനാണ്. ശരിക്കും വേറെ കുറെ അർത്ഥങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോയിട്ടില്ല അതൊക്കെ. ഓക്കെ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മറ്റേ നല്ലൊരു പ്രേമലേഖനം എഴുതി വെച്ചേക്കുന്നത്. അടിപൊളി ഒരു എന്താ പറയാ, ബഷീർ ഇപ്പൊ കണ്ടായിരുന്നെങ്കിൽ കുറച്ചധികമൊക്കെ കടമെടുക്കായിരുന്നു എന്നൊക്കെ പറയുന്നു. കാര്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഇതിനു മുമ്പ് എഴുതിയുള്ള പരിചയമുണ്ടോ? പ്രേമലേഖനം എഴുതിയിട്ടുണ്ട്. എഴുതി കൊടുത്താണോ പരിചയം, അതല്ല എഴുതി ആർക്കെങ്കിലും കൊടുത്താണോ പരിചയം? അല്ല, എഴുതി എന്റെ കാമുകിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള സാധനങ്ങൾ ചീന്തിയെടുത്ത് അതിന്റെ ഒരു ഓർമ്മയ്ക്കാണ് ഈ ഒരു പ്രേമലേഖനം, ഒരു പാട്ടിലും ഒരു പ്രേമലേഖനം എഴുതാൻ. പച്ചപ്പരിഷ്കാരി, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് കുലസ്ത്രീ, ഈ വാക്കുകളൊക്കെ ആ വാക്കുകൾ വെച്ചാണോ ആക്ച്വലി തിരു ഇത് മൊത്തം ഡ്രാഫ്റ്റ് ചെയ്യുന്നത്? മോസ്റ്റ് ഓഫ് ദ കേസസിൽ അങ്ങനെയാണ്. എനിക്ക് ഏതെങ്കിലും ഒരു ക്യാച്ച് ഫ്രൈസ് കാണും, അല്ലെങ്കിൽ ടൈറ്റിൽ ആദ്യം കിട്ടും. അതായിരിക്കും ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത്. മിക്കപ്പോഴും അങ്ങനെയാണ്. അതാണ് അല്ലാതെ ചെയ്യാറുണ്ട്, പക്ഷെ കൂടുതൽ അങ്ങനെയാണ്. എന്റെ പാട്ടിന്റെ അത്യാവശ്യം നല്ല ടൈറ്റിൽസ് ആയിരിക്കും, പെട്ടെന്ന് കുക്ക് ചെയ്യുന്ന ടൈറ്റിൽസ് ആയിരിക്കും. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. തിരുവിന്റെ ഏത് പാട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂമാണ്. കോസ്റ്റ്യൂം ഈസ് എ ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതെനിക്ക് തോന്നുന്നു ഇതിലും അതെ, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങള്. എനിക്ക് തെറിച്ചോലൊക്കെ തിരുവിനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ അങ്ങനെ കോസ്റ്റ്യൂം പിടിക്കണം എന്നുള്ളത് ഒരു ഇതാണോ? ഓരോ വട്ടം ഓരോ ലുക്കിലേ ഞാൻ പ്രത്യക്ഷപ്പെടുള്ളൂ എന്നുള്ള കോസ്റ്റ്യൂം മാത്രമല്ല, കംപ്ലീറ്റ്ലി ഒരു പുതിയ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന പോലെ തന്നെ മ്യൂസിക് കൂടി അപ്രോച്ച് ചെയ്യുന്നത്. സിനിമയിൽ ഒരു ക്യാരക്ടറിനെ അല്ല കാണിക്കുന്നത്. മോഹൻലാൽ ഇപ്പം മറ്റേ ദേവാസുരത്തിൽ അഭിനയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നരസിംഹത്തിൽ വേറെ ക്യാരക്ടറാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഓരോ പാട്ടിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഓരോ പാട്ടിലും പുതിയൊരു ക്യാരക്ടർ, പുതിയ കോസ്റ്റ്യൂം ആണെങ്കിലും, പുതിയ അറ്റയർ ആണെങ്കിലും, പുതിയ പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും, എല്ലാത്തിലും കുറച്ച് വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കോസ്റ്റ്യൂം മാറ്റുന്നത്. ക്യാരക്ടർ മാറുക എന്നുള്ളതാണ്, കോസ്റ്റ്യൂം മാത്രമല്ല. മൊത്തത്തിൽ
അലീന എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സാരി ടൈപ്പ് സാരി അല്ല ഷോൾ പോലത്തെ എന്താ അങ്ങനെ ഒരു സാധനം വേണം എന്നുള്ളത് അത് തിരുവിന്റെ ഡിസിഷൻ ആണോ? ഇപ്പൊ ഈ പറഞ്ഞല്ലോ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാന്നുള്ളത് എന്താണ്, അതാണ് മോട്ടീവ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതില് ഇതായിരിക്കണം, ക്യാരക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ന ഒരു ലുക്ക് ആയിരിക്കണം എന്നുള്ളത് തിരുവിന്റെ ഡിസിഷൻ ആയിരിക്കും, അതല്ല സ്റ്റൈലിസ്റ്റ്? ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഡയറക്ടറും ഒക്കെ ആയിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ചെയ്യുന്ന. ഇപ്പൊ അതൊരു ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ടല്ലോ, അതിന്റെ ഒരു ക്ലാസിക്കൽ ടച്ചും ഉണ്ട്, മോഡേണും ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ ക്ലാസിക്കൽ ടച്ചും വരണം, എന്നാൽ അത് തീർത്തും ക്ലാസിക്കൽ ആകരുത്, മറ്റേ മുണ്ടും നേരിയത് മറ്റേ രാജാപ്പാട്ട് സാധനം ആകരുത്, മോഡേണും ആയിരിക്കണം. അപ്പൊ ആ ഒരു ഫ്യൂഷൻ പിടിച്ച് അലീന ചെയ്തതാണത്. ആക്ച്വലി വർക്കാണ്, നൈസാണ് അത്. നൈസായിരുന്നു ആക്ച്വലി. പാട്ടും കേൾക്കും, നമ്മൾ അത് വിഷ്വല് കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ആ ഒരു വരവും കാര്യങ്ങളും ഒക്കെ. എനിക്കിപ്പോ ഇതിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ, ഞാൻ ഇങ്ങനെ കമന്റ്സ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടൊരു കാര്യമായിരുന്നു, ക്രിഞ്ചസ്റ്റ് വരികൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. നല്ല രസമായിട്ടുള്ള എന്താ പറയാ പ്രേമലേഖനം എഴുതി വെച്ചിട്ട് ക്രിഞ്ചസ്റ്റ് വരികൾ, ഇങ്ങനത്തെ സാധനം കാണുമ്പോഴത്തേക്ക് ആക്ച്വലി ഇപ്പൊ ഈ പ്രേമം പ്രണയം എന്നൊക്കെ പറയുന്നത് ഈ ഒരു 2K പിള്ളേർക്കൊക്കെ ക്രിഞ്ചായി തുടങ്ങിയോ? ഒരു പക്ഷെ അതായിരിക്കും, അതാണ് കമന്റ് ചെയ്യാൻ നടച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെ പ്രണയം ക്രിഞ്ചായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വല്ലോ എന്താ പറയാ പ്രണയം തകർന്നയാളോ, നല്ല തേപ്പ് കിട്ടിയ ആൾക്കാരോ, അല്ലെങ്കിൽ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ജെൻസി ആയിരിക്കും. അതെ അതെ അതെ, അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ജനറേഷൻ ആയിരിക്കും, അറിയത്തില്ല. അങ്ങനെ കാണുന്നത് അത്ര തന്നെ ഉള്ളൂ. അതിന്റെ പോലെ തന്നെ അതിന് വേറെ കമന്റ് വന്നിട്ടുണ്ട്, ഗിരീഷ് പുത്തഞ്ചേരി ഫൈഡ്. അപ്പൊ ഞാൻ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളായിട്ടൊക്കെയാണ് എന്റെ പാട്ടിൽ ഇതെല്ലാം വരുന്നുണ്ട്. ഒരു സൈഡിൽ കൂടി പോസിറ്റീവ് നെഗറ്റീവ് വരുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. കുലസ്ത്രീ ഞാൻ പ്രേമത്തിൻ മുനമ്പിൽ ഇതുവരെ എഴുതാത്തൊരു കൃതി നീ, മിഴീണ ചിമ്മാത്തൊരു ചിരി നീയേ. കുലസ്ത്രീ ഞാൻ പ്രേമത്തിൻ മുനമ്പിൽ ഇരു ചെവിയറിയാത്തൊരു കനി നീ, ഒളി തരി മങ്ങാത്തൊരു തിരി നീ. ഈ ഒരു നമ്മുടെ മലയാളം റാപ്പിന്റെ ആ ഒരു ഗതി തന്നെ മാറ്റിയ ആൾ ഏതാണ് തിരുവിനെ പ്രത്യേകിച്ച് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പം ആക്ച്വലി ആ ഒരു ഫസ്റ്റ് ടൈം ഒരു മലയാളം റാപ്പ് കേട്ട് എനിക്ക് നമസ്തയാണ്. അത് ആദ്യത്തെ ആദ്യകാല വർക്കുകളാണ്. ഓക്കെ, ആ ഒരു മലയാളി പൊളിയാട, ആ ഒരു മലയാളിയുടെ ആ ഒരു സാധനത്തിലൂടെ, ആ ഒരു സിംഗിൾസിലൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരുമാലി എസ്റ്റാബ്ലിഷ് ആവുന്നത്. അപ്പൊ ഫസ്റ്റ് ആ ഒരു പാട്ടുമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ റാപ്പുമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്കും തീർത്തും മലയാളികൾക്ക് അന്യമായിട്ടുള്ള അല്ലെങ്കിൽ മലയാളത്തിൽ ആ ഒരു അന്യമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് വരുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു പ്രഷറും അതുപോലെ തന്നെ ഈശ്വര ഇത് വർക്കാവോ എന്നുള്ള സാധനമൊക്കെ ഉണ്ടാവുമല്ലോ? അല്ല, അങ്ങനെ നമുക്ക് ആക്ച്വലി ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. നമ്മൾ ഇതിനൊരു കരിയർ ആയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഫ്യൂച്ചർ ആയിട്ടോ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടി ചെയ്യുന്നു. പിന്നെ അന്നത്തെ കാലത്ത് ഒരു 100-90% ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല എന്നുള്ള ചിന്ത നമുക്കുണ്ട്. കാരണം നമ്മളെ പൊതുവെയുള്ള ഒരു സംഗീത ടേസ്റ്റ് ഇതല്ല. അപ്പൊ വെറുതെ നമ്മുടെ ഒരു പാഷന് ചെയ്തതാണ്. അത് സംഭവം അതൊക്കെ വർക്കൗട്ടായി. അതാണ്, അതൊരു ദൈവത്തിന്റെ ഒരു പോയി നോക്കി സെറ്റായി, അങ്ങനെയാണത്. എല്ലാം എന്നിലേക്ക് വന്നു ചേർന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്താണ് ആദ്യമായിട്ട് ഇപ്പൊ നമസ്തയാണ് നമുക്ക് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫസ്റ്റ് റാപ്പ് എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഏതെങ്കിലും സാധനങ്ങൾ സ്ക്രിബിൾ ചെയ്തിട്ടുണ്ടോ? പിന്നെ അതിനു മുമ്പ് ഒരുപാട് ട്രാക്കുകളുണ്ട്. അതെല്ലാം ഈ ക്വാളിറ്റി ഒക്കെ മോശമായതുകൊണ്ട് എല്ലാം ഞാൻ എടുത്ത് കളഞ്ഞാണ്. ആദ്യമായിട്ട് ഞാൻ എഴുതിയ പാട്ട് ശ്വാസകോശം സ്പോഞ്ച് പോലെ എന്ന് പറഞ്ഞിട്ടൊരു സ്മോക്കിങ്ങിനെതിരായിട്ടുള്ള ഒരു അങ്ങനെ ഒരു പാട്ടാണ്. റെക്കോർഡഡ് ആണ്. അത് മറ്റേ ഈ സിനിമയിലൊക്കെ ആദ്യം ഒരു ഡിസ്ക്ലൈമർ കാണിക്കില്ലേ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനെ അനുബന്ധിച്ച് ഞാൻ ഒരു പാട്ടാക്കിയതാണ്. ഞാൻ പാട്ട് മറന്നുപോയി. ശ്വാസകോശം സ്പോഞ്ച് പോലെ, ശ്വാസകോശം സ്പോഞ്ച് പോലെ എന്നൊരു ഹുക്കൊക്കെ ഉണ്ട്, മറന്നു. അതാ എന്റെ ആദ്യത്തെ പാട്ട് റെക്കോർഡ്. അതെ അതെ. ഇപ്പം എന്താണ് ഇപ്പൊ ഒരു റാപ്പേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിറ്റിക്സ് വേണമെന്നൊക്കെ പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ടോ എന്നൊരു സംശയം ഉണ്ട്. ആക്ച്വലി അതിൽ തിരുമാലിയുടെ ആ ഒരു ടേക്ക് എങ്ങനെയാണ്? റാപ്പേഴ്സിന് പൊളിറ്റിക്സ് വേണം പാട്ടിൽ, അല്ലെങ്കിൽ റാപ്പിങ്ങില് എന്താണ് ആ ഒരു സോങ്ങില് പൊളിറ്റിക്സ് വേണോ, അല്ലാതെ പോകാമോ, എങ്ങനെയാണ്? എങ്കിലേ പോപ്പുലാരിറ്റി ഉണ്ടാവുള്ളൂ. എന്താണ് ആ ഒരു ടേക്ക്? നമ്മുടെ ഇപ്പൊ കേരളം പോലത്തെ ഒരു ഓഡിയൻസിന് ഈ സോഷ്യോ പൊളിറ്റിക്കൽ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഓഡിയൻസ് ആണ്. അപ്പൊ അങ്ങനത്തെ പാട്ടുകൾ ശ്രദ്ധിക്കാറ്. ഞാൻ അവസ്ഥ എന്ന് പറഞ്ഞൊരു പാട്ട് എഴുതിയായിരുന്നു. അതുപോലെ വയ്യാവേലി എന്നൊരു പാട്ട് എഴുതി. അത് നമ്മുടെ നാട്ടിലെ തൊഴിൽ രഹിതരെ പറ്റിയുള്ള പാട്ടാണ്. അപ്പൊ നമ്മുടെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ എന്തും ആൾക്കാരെടുക്കും. അതിന് പൊളിറ്റിക്സ് വേണമെന്ന് നിർബന്ധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊളിറ്റിക്സ് ഒരു കണ്ടന്റ് ആണ്. പൊളിറ്റിക്സ് മാത്രമായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. റിലേറ്റബിൾ ആക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാകുന്ന കണ്ടന്റുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ഞാനുണ്ടല്ലോ നമ്മുടെ പച്ചപ്പരിഷ്കാരി കേൾക്കുമ്പോഴത്തേക്കും എല്ലാ ഭാഗവും ഞാൻ കമന്റിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നേ. അതില് എല്ലാ സെറ്റാണ്. അതിന്റെ ഇടയിൽ മറ്റേ തോക്ക്
തോക്കെടുത്തിട്ട് അതെന്താ സംഭവം? ആ കമ്പണന്റ് കൊടുക്കാനുള്ള സാധ്യത എന്തായിരുന്നു? വെറുതെ ഒരു ഫണ്ടിന് കൊടുത്താണ്. തോക്കെടുത്തിട്ട് സാധാരണ നമ്മുടെ പാട്ടുകളൊന്നും കേൾക്കാത്ത ഒരു സാധനമാണല്ലോ. അപ്പൊ അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ആദ്യം ഞാൻ ചെയ്തപ്പം ഇപ്പൊ ജ്യേഷ്ഠരാളും പറഞ്ഞു അത് വേണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഞാൻ വെച്ചത് സാധാരണ നമ്മുടെ മലയാളം പാട്ട് പൊതുവേ പാട്ടുകളിൽ കാണാത്തൊരു പരിപാടിയാണ് ഇങ്ങനെ സൗണ്ട് എഫക്ട്സ് കൊടുക്കുക. സ്വന്തമായിട്ട്. അപ്പൊ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന് പറഞ്ഞു. പിന്നെ പാട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ പിള്ളേരെല്ലാം തോക്കെടുത്തിട്ട് അതും ഹിറ്റായിരുന്നു. സ്വന്തം ലൈഫിൽ നിന്ന് ഏതെങ്കിലും ഒക്കെ അധ്യായങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് റാപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്? പിന്നെ ഒരുപാട് പാട്ടുകൾ. ആദ്യം ഞാൻ ഉഴപ്പനാന്തം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതില് ബാക്ക് ബെഞ്ചേഴ്സിന്റെ സോങ് ആണത്. അതുപോലെ വയ്യാവേലി എന്ന് പറഞ്ഞ പാട്ടുണ്ട്. ജോലിയില്ലാത്തവരെ പറ്റി എഴുതിയ പാട്ടാണ്. അതും എന്റെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്താണ്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ എന്റെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്താണ്. എല്ലാ പാട്ടുകളും കുറച്ചൊക്കെ എന്റെ ജീവിതമായിട്ട് ബന്ധം കാണും. ഞാനത് പറഞ്ഞപ്പോഴത്തേക്കാണ് ഇപ്പൊ ഈ കുറെ കുട്ടി റാപ്പേഴ്സ് ഒക്കെ മെയിൻലി എന്താണ് ലുക്കപ്പോൺ ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഈ റാപ്പിംഗ് പാട്ടുകൾ. ഇപ്പൊ ഏത് സ്റ്റേജ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൊച്ചു എന്താണെങ്കിലും അവിടെ ചെറിയ കുട്ടികൾ കുറെ പേരുണ്ടാവും. അപ്പൊ എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ആ പ്രൊഫഷൻ എന്താണ് കാര്യമായിട്ട് ലൈഫ് അല്ലെങ്കിൽ മുന്നോട്ട് കരിയർ ആയിട്ടൊക്കെ എടുത്തിട്ടുള്ള ആളാണ്. നേരത്തെ പറഞ്ഞു അതൊന്നും ഒരു മൈൻഡിലേ ഉണ്ടാവാതിരുന്ന ഒരു കാര്യം. പക്ഷെ ഇപ്പൊ റാപ്പിംഗ് ആണ് മുന്നിലുള്ളത്. അപ്പൊ അവർക്ക് മുന്നിൽ പറയാനായിട്ട് ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ എന്തൊക്കെയായിരിക്കും? പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയാനായിട്ടാണെങ്കിൽ ഇത് ഒരു കരിയർ ഓപ്ഷൻ ആയിട്ട് കാണരുത്. പിന്നെ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രം തുടങ്ങരുത്. ഇതൊരു പാഷനാണ്. പൈസ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. നമ്മൾ പൈസയ്ക്ക് വേണ്ടി മാത്രം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് സാലറി കിട്ടാതാകുമ്പോൾ നിങ്ങൾ പാട്ടിട്ട് നിർത്തിയിട്ട് പോകും. ഇതൊരു പാഷനായിട്ട് മാത്രം കാണുക. കരിയറായിട്ട് സീരിയസ് ആയിട്ട് എടുക്കാൻ ഒരു ലെവലിൽ എത്തിയാൽ മാത്രം എടുക്കുക. അതർവൈസ് അല്ലാത്ത പ്രൊഫഷനിലായിട്ട് തിരിയുക. ബൈ പ്രൊഡക്റ്റ് ആയിട്ടല്ലേ? അങ്ങനത്തെ ഒരു സാധനമായിട്ട് പിടിച്ച് സാലറി കിട്ടിയില്ലെങ്കിലും പാട്ടുണ്ടാക്കാൻ തയ്യാറാണ് എന്ന മനസ്സുള്ളവർ മാത്രം ഇറങ്ങിയാൽ മതി. ഒരു പക്ഷേ പൈസ കിട്ടാതാകുമ്പോഴത്തേക്കിനും പിന്നെ പേടിച്ച് നിർത്തിട്ട് പോകുന്നവർക്ക് പറ്റിയ പണിയല്ല. അപ്പൊ കമന്റിൽ കണ്ടൊരു കാര്യമായിരുന്നു നമ്മുടെ പാൽ ഡബ്ബ, അസൽ കോളാർ, അതുപോലെ അനിരുദ്ധ് ഇവരൊക്കെ ആയിട്ടുള്ള ഒരു കൊളാബ് എന്നായിരിക്കും തിരുമാലി എന്ന് ചോദിക്കുന്ന കാര്യം തീർച്ചയായിട്ടും പാൽ ഡബ്ബ അനിരുദ്ധ് മാത്രമല്ല, നോർത്തിൽ നിന്നാണെങ്കിൽ നമ്മുടെ ഡിവൈൻ ആണെങ്കിലും നമ്മുടെ മലയാളി റാപ്പർ റഫ്താർ ആണെങ്കിലും ഇവരൊക്കെ ആയിട്ട് ചെയ്യണമെന്ന് ഉള്ള പാൻ ഇന്ത്യൻ പ്രോജക്റ്റുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പ്ലാൻസ് വരുന്നുണ്ട്. അപ്കമിങ് ഇയേഴ്സിൽ കാണാൻ പറ്റും. തകർക്കാനാണ് ഉദ്ദേശം. ഒന്നുമായിട്ട് തുടക്കത്തിൽ തുടങ്ങിയിട്ടുള്ള നമ്മുടെ നാടൻ വൈബില് ഇടയിൽ ഒരു വരിയുണ്ട്, സരിഗമ പദനീസ അത് ഞങ്ങൾക്കറിയില്ല. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, തിരു പാട്ട് പഠിച്ചിട്ടുണ്ടോ? അപ്പൊ സത്യമാണത്? പഠിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ആരും എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ തന്നെ സെൽഫ് ലേൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ പഠിച്ചിട്ടുണ്ട്. ഒരു ഗുരുവിന്റെ ഇതില് പോയിട്ട് പഠിച്ചിട്ടില്ല. ചെറുപ്പത്തിൽ ക്ലാസിക്കലൊക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. മറന്നുപോയി. റാപ്പ് ഞാൻ തന്നെ പഠിച്ച തന്നെ എനിക്ക് എപ്പോഴും ഒരു ഭയങ്കര സംശയമാണ്. ഈ റാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വാക്കുകൾ ഭയങ്കര ഇങ്ങനെ വരണമല്ലോ, അതുപോലെ തന്നെ ആ ഒരു താളത്തിൽ ഒതുക്കി നിർത്തണമല്ലോ. അത് എങ്ങനെയാണ് ഈ സംഭവം? പ്രാക്ടീസ് തന്നെ. ഞാൻ കവിതയൊക്കെ എഴുതും, കഥകളൊക്കെ എഴുതും. അടിസ്ഥാനമായിട്ട് നമുക്ക് എഴുതാനൊരു കഴിവ് വേണം. എഴുതാനുള്ള ഒരു പോയറ്റിക് അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് കവിത വേണം, കഴിവ് വേണം. അത് നമ്മൾ ഒരു ബീറ്റിലോട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടീസ് ആണ്. ഒരുപാട് റാപ്പ് കേട്ടിട്ടുള്ള പരിചയവും പിന്നെ നമ്മുടെ സ്വന്തം കഴിവും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ശരിക്കും ഒരു പോയട്രി ആണല്ലേ? പോയട്രി ആണ്. പക്ഷെ റാപ്പ് പോയട്രിയൊക്കെയും കുറച്ചും കൂടി സങ്കീർണമാണ്. കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് അതിനകത്ത് പഠിക്കാനാണ്. ലെവല് കൂടിയതാണെന്നാണ് എന്റെ അഭിപ്രായം. എനിക്കിപ്പോൾ ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇടയിൽ കുറച്ച് കമന്റ്സ് എന്നുള്ള കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ കമന്റ്സ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ചോദിക്കാണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തിരുമാലിയോട് ഞാൻ ചോദിക്കാൻ പോകാണ്ടോ. എല്ലാം കൊണ്ടും മല്ലു ഇൻഡസ്ട്രി കീഴടക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് അതിനെ നോക്കിക്കളത്? എനിക്ക് തോന്നുന്നു മല്ലു ഇൻഡസ്ട്രി സിനിമയാണെങ്കിലും പാട്ടാണെങ്കിലും റാപ്പ് മ്യൂസിക് ആണെങ്കിലും മലയാളം ഇൻഡസ്ട്രി നല്ല ലീഡിങ് ആയിപ്പോ. അതായിരിക്കും ഉദ്ദേശിച്ചത്. അതുപോലെ മലയാളം ബ്രൂണോ മാർസ് ആണെന്നുള്ളൊരു കമന്റ് വന്നിട്ടുണ്ട്. അതെങ്ങനെ? മലയാളം ബ്രൂണോ മാർസ് ചിലര് പറയുന്നുണ്ട് ലുക്മാൻ ആണെന്ന്, ചിലര് പറഞ്ഞു സന്തോഷ് ശിവനാണെന്ന്. അങ്ങനെ ധാരാളം വരുന്നുണ്ട്. ലുക്സ് കൊണ്ട് ഞാൻ ഇങ്ങനെ അടിപൊളിയായതുകൊണ്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, ബ്രോ ഈസ് ഹിറ്റ് മെഷീൻ. ശരിയായിരിക്കും. അടുത്ത കാലത്ത് ഇറങ്ങുന്ന അല്ലെങ്കിൽ കുറെ ഹിറ്റുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫ്ലോപ്സിനേക്കാളും കൂടുതൽ ഹിറ്റുകൾ തന്നെയാണ്. അതായിരിക്കും ഉദ്ദേശിച്ചത്. ഹിറ്റ് മെഷീൻ ആണെന്ന് എന്റെ വിശ്വാസം. ഇനി ഇറങ്ങുന്നത് എല്ലാം ഹിറ്റ് ആവട്ടെ. ഓക്കെ, അതുപോലെ തന്നെ
വി വാണ്ട് ഓൾഡ് തിരുമാലി ബാക്ക്. എവിടെ പോയി തിരുമാലി? എപ്പോ എവിടെ പോയി? ഇത് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓൾഡ് തിരുമാലി അങ്ങനെ ഒരു സംഭവമില്ല. നമ്മളിപ്പം എവല്യൂഷൻ ആണല്ലോ, ആർട്ടിസ്റ്റുകൾ ഇവോൾവ് ചെയ്യും. പണ്ടത്തെ ഒരു സൗണ്ടിൽ നിന്ന് നമ്മൾ ഇവോൾവ് ചെയ്ത് പുതിയൊരു സ്ഥലത്ത് വരും. ചിലപ്പോൾ ഇന്ന് കേൾക്കുന്നതായിരിക്കും 5 വർഷം കഴിഞ്ഞ് കേൾക്കുന്നത്. ആ ഒരു ഇവല്യൂഷൻ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ട്. അത് അംഗീകരിക്കുക എന്നുള്ളതാണല്ലോ. പഴയ തിരുമാലി തിരിച്ചു വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ലാലേട്ടനെ വേണം എന്ന് പറഞ്ഞ് കുറെ പേര് വേണം. പഴയ ലാലേട്ടൻ പോയി, പുതിയ ലാലേട്ടനാണ് ഇപ്പോ. അതുപോലെ ഈ നമ്മുടെ കുലസ്ത്രീ അത് അമ്മൂമ്മമാര് വരെ ഇപ്പൊ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെയും കൂടി അമ്മൂമ്മ വെച്ച് തരാൻ പറഞ്ഞു എന്നുള്ളത്. അതെങ്ങനെ നോക്കിക്കാണേ? അതൊരു നല്ല കാര്യമാണ്. ഞാൻ വിചാരിച്ചത് ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ മാത്രമേ ഒതുങ്ങുള്ളൂ ഈ പാട്ട്, അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. മുതിർന്ന ആൾക്കാരും കേൾക്കുന്നുണ്ട്, സന്തോഷമുള്ള കാര്യമില്ലേ നമ്മുടെ. ഓക്കെ. അതുപോലെ ഈ സിനിമയിലേക്ക് ഇപ്പൊ കേട്ടു, സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ഇതില്ലാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. സിനിമയിലേക്ക് എന്താ ഇല്ലാത്തത്? അതെന്താ? സിനിമയിലൊക്കെ ഞാൻ ഇൻഡിപെൻഡന്റ് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു കൂടുതലും. പിന്നെ സിനിമയിൽ നല്ല അവസരം കിട്ടിയില്ല, അത് വേറെ കാര്യം. നല്ല അവസരം കിട്ടണം ചെയ്യും. അതിനിടയിൽ ഈ കുലസ്ത്രീ വന്ന സമയത്ത് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായല്ലോ. അനുമോളുടെ PR ആണെന്നോ 60 ലക്ഷം രൂപ അനുമോളുടെ വാങ്ങിച്ചെന്നോ ബിഗ് ബോസ് വിന്നർ. എന്താ ഒരു സത്യം? അതിലൊന്നും ഒരു സത്യമില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. 60 ലക്ഷം രൂപ PR കിട്ടണം ഞാൻ ആരായിരുന്നു. അത് വെറും കോയിൻസിഡൻസ് ആണ്, അങ്ങനെ സംഭവിച്ചു പോയതാ. അതുപോലെ തന്നെ ഏതോ ഒരു ഓൾഡ് ലെജൻഡിനെ പോലെ, മലയാളം ഓൾഡ് ലെജൻഡിനെ പോലെ കാണാനുണ്ട് എന്ന് പറയുന്നു. അത് ജയൻ സാറിനെ പറ്റിയാണ് പറയുന്നത്. ആ പച്ചപ്പരിഷ്കാരിയുടെ വീഡിയോയുടെ കമന്റ് അതിൽ ഞാൻ ആ ജയന്റെ അതേ ആറ്റയറാണ് പിടിച്ചേക്കുന്നത്. അതായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു ചായ കുടിക്കാൻ വന്ന് അവസാനം നമ്മൾ കടകമക്കടി മൊത്തം കണ്ട് ഇപ്പൊ കുറച്ച് വെയിലൊക്കെ കൊണ്ട് ഇവിടെ വരെ എത്തി നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപ് എന്താണെങ്കിലും മലയാളികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള മലയാളികൾക്കിടയിൽ തിരുവന അത്രയും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആ പാട്ട് മലയാളിയുടെ അത് കേൾക്കാണ്ട് പോകാൻ പറ്റില്ല. ഓക്കെ, പടാം. ചെണ്ടമേളം തപ്പുകുടൽ വിളി നാദം തക 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 തരികിട മേളം തകിൽ നാദസ്വരം പുലികളിയാട്ടം ഇത് എന്റെ നാട് ഭൂമി മലയാളം മാമല നാട് മലയാള നാട് മാവലി വാണൊരു നാട് മുണ്ട് മടക്കി മീശ പിരിച്ച് ചങ്കു വിരിച്ചൊരു പോക്ക് കാടിളക്കി വരുന്ന മതയാന വാൾപ്പയറ്റിലോ ഞങ്ങൾക്കുണ്ട് ഉണ്ടിയാർച്ച ഭീഷണി വേണ്ട അത് മുതലാകൂല ഏഷണി കൂട്ട നോക്കണ്ട വേഗൂല നരകത്തിലൊരു തരി വെളിച്ചം പതനത്തിലും തല ഉയർത്തിയ ചരിത്രം ഇവിടാരാന്റെ തന്തയ്ക്ക് പ്രാന്തെന്ന് കേട്ടാൽ ഞങ്ങൾ വാളെടുക്കില്ല ചുമ്മാ വീമ്പളക്കില്ല മോനെ.